മഹല്ലിൻ്റെ അഹിലുകാരെ തന്നെ കമ്മിറ്റി ഭാരവാഹികളടക്കം കൺട്രോൾ ചെയ്യേണ്ടത് ഉസ്താമാരല്ലേ? നമ്മളാണ് സാലറി എന്ത് കൊടുക്കുന്നെങ്കിൽ പോലും ഇത് ഏതെങ്കിലും കമ്പനി പോലെ അല്ലല്ലോ. ബോസും തൊഴിലാളിയും സ്റ്റാഫും അല്ലല്ല. അവരല്ലേ നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്, മറ്റേതാണ് ചെയ്യേണ്ടത്. ഫിഖ് അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. രാത്രി അങ്ങനെ നിങ്ങൾ പിന്നെ മഹലിൻ്റെ കീഴിലൊന്നും ഒരു സംഭവം വെക്കാൻ പാടില്ല, കാരണം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഇൽമിൻ്റെ അഹിലുകാരല്ലേ. അപ്പം ആ അഹിലുകാരെ ഏറ്റവും ടോപ്പിൽ നിർത്തണം. ആലിമിനെ നിന്ദിച്ച ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. കാരണം ഈ ആലിം എന്ന് പറഞ്ഞാൽ അവരുടെ രക്തം വിഷാന്നല്ലേ. വിഷം അറിയാണ്ട് കുടിച്ചാലും മരിക്കൂലേ? ഇപ്പോൾ ഒരാൾ അറിയാണ്ട് വിഷം കുടിച്ചു, സോറി ഞാൻ അറിയാണ്ട് കുടിച്ചതാണ്, ആരോട് സോറി? ഗൂഗിളിനോടാ? ലാ തഖ്തബൻ അഹദൻ ഫല്ലൻ അനിൽ ഉലമ വലൗലി സഹ്വിൽ ലിമ ഫീ ലഹ്മിഹിൻ ദഅഫൂന. ഒരേ മാംസവും രക്തവും വിഷ. അബൂ ഹനീഫറുള്ളാൻ്റെ നെറ്റിയിൽ ഒരു തേള് കടിച്ചു. അബൂ ഹനീഫറുള്ളാൻ്റെ വേദന ഉണ്ട്, തേള് താഴെ വീണു. ശിഷ്യന്മാർക്ക് ദേഷ്യം ഉണ്ടാവില്ല, ഉസ്താദിനെ കടിച്ച ഈ തേളിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അബൂ ഹനീഫറുള്ള എന്ന് പറഞ്ഞു കൊല്ലണ്ടാവും. ആലിമിൻ്റെ രക്തം വിഷമല്ലേ, മരിച്ചോളൂ. അപ്പോൾ ചത്തിട്ടുണ്ട്. വേണ്ടാത്ത പണിക്കരുത്. ഖാലൻ നബി മൻ ഖഫഫൽ ഉസ്താദ ബിസലാസി ബൽവ കദബുലി തിൽമീദ. ഉസ്താദുമാരെ നിന്ദിച്ചാൽ 3 പരീക്ഷണം ഉണ്ടാവും. അവ്വലുഹു നിസിയാനുമാ തഅല്ലമ, പഠിച്ച ഇൽമു മറന്നു പോകും. മിൻഹു വഫൗത്തു റിസ്കി, ജീവിതത്തിൽ ബർക്കത്ത് പോകും. വസൂഉൽ ഖാത്തിമ, മരണം മോശമാവും ചെയ്യും. അള്ളാഹു കാക്കട്ടെ. ഉറുദി പറയുന്ന ഒരു മുത്താലിമിനെ നിന്ദിച്ചിട്ട് ഒരാൾ മുർത്തദ്ദായി പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഒരു കുട്ടി ഉറുദി പറയുമ്പോൾ ഗസാലി ഇമാം എന്ന് പറയേണ്ട അടുത്ത് ന്യായിമാം എന്ന് പറഞ്ഞു പോയി. അത് വലിയ സംഭവം നോക്കണ്ട. കുട്ടീനെ വിളിച്ചിട്ട് അടിപൊളി പ്രഭാഷണമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പറഞ്ഞത് ശരി ശ്രദ്ധിക്കണേ, എന്ത് രസമുണ്ടാവും ആ കുട്ടിക്ക്. ഇത് വലിയ എന്തോ രണ്ടാളൊക്കെ ഒന്നാ മതിരിയാറ്റോ ന്യായിമാം പറയേണ്ട അടുത്ത് ഗസാലി ഇമാം പറഞ്ഞാൽ എന്താ ഈ കുട്ടീനെ എന്തിനാ അങ്ങനെയല്ല പറയേണ്ട ആവശ്യം? ഒരു ആലിമിനെ നമ്മൾ നിന്ദിക്കരുത്. നേരെ നിന്ദിക്കരുത് എന്ന് മാത്രമല്ല, അവർക്ക് വിഷമമെന്നൊന്നും ചെയ്യരുത്. ഒരു വർത്തമാനം പറയാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അള്ളാഹു